This is the all new 2024 KTM Duke 250. പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്കിനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങളോടെയാണ് ഈ ഒരു പുതിയ ഡ്യൂക്ക് 250 വന്നിരിക്കുന്നത്. കാരണം ഇത് KTMൻ്റെ 3rd ജനറേഷൻ ഡ്യൂക്കാണ്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, ഇതിൻ്റെ പ്രൈസ് എന്താണ്, ഈ ഒരു പ്രൈസിന് ഈ സാധനം വർത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. ഇൻട്രോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലും ഇപ്പം തന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ വെരി ബിഗ് താങ്ക്സ് ടു ഇഗ്നേറ്റ് സ്ട്രീറ്റ് പത്തനംതിട്ട ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ക്വാളിറ്റി റൈഡിംഗ് ഗിയേഴ്സും ബൈക്ക് ആക്സസറീസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നേറ്റ് സ്ട്രീറ്റ് പത്തനംതിട്ട കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ, വെബ്സൈറ്റിലൂടെ, അല്ലെങ്കിൽ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള അവരുടെ റീറ്റെയിൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സർവീസസും അവിടെ നിന്ന് ഓഫർ ചെയ്യുന്നതായിരിക്കും. കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷോറൂം ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓൾഡർ ജനറേഷൻ ഡ്യൂക്കിൽ നിന്നും ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ് ഈ ഒരു 3rd ജനറേഷൻ ഡ്യൂക്കിന് KTM കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 390ക്കും 250ക്കും ഏകദേശം സിമിലർ ലുക്ക് തന്നെയാണ് വരുന്നത്. കുറച്ച് ഫങ്ഷണൽ ആയിട്ടുള്ള കമ്പോണൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദ ലുക്ക് എക്സാക്ട്ലി ദ സെയിം എക്സെപ്റ്റ് ദ കളർ ഓപ്ഷൻസ്. ഇലക്ട്രോണിക് ഓറഞ്ച്, സെറാമിക് വൈറ്റ് എന്നിങ്ങനെ 2 കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു പുതിയ 2024 KTM Duke 250 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മുടെ ഇലക്ട്രോണിക് ഓറഞ്ച് വേരിയൻ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒരു പുതിയ LED ഹെഡ്ലാമ്പ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ഷാർപ്പ് ഡ്യൂക്കിഷ് ഡിസൈനാണ് ഇവിടെ ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തുള്ളത്. സൈഡിലായിട്ട് ബോഡി കളർഡായിട്ടുള്ള ഫെയറിങ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് 43mm USD ഫോർക്ക് കാണാൻ സാധിക്കും. WPയുടെ അപ്പെക്സ് സീരീസ് ഓഫ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പുതിയ മഡ് ഗാർഡ് ഡിസൈന്, അതുപോലെ തന്നെ കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ KTM കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ RC200 RC390ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ 3rd ജനറേഷൻ ഡ്യൂക്കിലേക്കും KTM അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, ഒരു ഹബ്ലെസ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് കാഴ്ചയിൽ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ഫങ്ഷണലിയും നല്ല ഒരു പർപ്പസ് വരുന്നതാണ്. കാരണം കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ ഡിസ്കുകളാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഓവറോൾ അൺസ്പ്രങ് മാസ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ ആ ഒരു ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സിനെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു W റേറ്റഡ് 110 സെക്ഷൻ റേഡിയൽ MRF ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് റോഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഗ്രിപ്പ് ആൻഡ് ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കാരണം ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന ഡ്യൂക്കുകളിലൊക്കെ തന്നെയും നമുക്ക് MRFൻ്റെ സ്റ്റോക്ക് ടയേഴ്സ് എന്ന് പറയുന്നത് അത്ര ഒരു നല്ല സെറ്റപ്പായിട്ട് തോന്നിയിരുന്നില്ല. കാരണം അതിൽ ഗ്രിപ്പ് ലാക്കിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ കോൺഫിഡൻസ് ലാക്കിംഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ടയേഴ്സ് ആ ഒരു പ്രീവിയസ് ജനറേഷൻ ഓഫ് ഡ്യൂക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഇൻസ്പയറിങ്ങും ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നവയാണ്. LED ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിസൈനിലൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ നമുക്കിതിൽ ഹസാർഡ് ഫീച്ചറും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പുതിയ മിറേഴ്സ്, ലിവേഴ്സ്, അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രണ്ട് ബ്രേക്ക്, മാസ്റ്റർ സിലിണ്ടറും ഒക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിലെ ഡിസൈനൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അതുതന്നെ ലിവേഴ്സിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. പിടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വെൽ ഗ്രിപ്പ് ഫീൽ ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രിപ്സ് ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ലിവേഴ്സ്. പക്ഷേ അത് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല. 390 നമുക്കത് അഡ്ജസ്റ്റബിൾ ആണ്. മിറേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൊമിനറിലൊക്കെ കണ്ട പോലെയുള്ള ആ ഒരു മിററാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നും. കാരണം ഒരു പ്രോപ്പർ രീതിക്കാണ്, ഭയങ്കര സ്റ്റേഡി ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വിസിബിലിറ്റിയുടെ കാര്യമാണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആണിത്. ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഇത് ഓടിക്കുന്ന സമയത്താണെങ്കിലും നല്ല ഒരു പുറകിൽ നിന്നുള്ള വ്യൂ ഈ ഒരു മിററിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനിലും എനിക്ക് ഒട്ടും കുറ്റം പറയാനില്ല. ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഷാർപ്പ് ആൻഡ് എഡ്ജി മസ്കുലർ ഡിസൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു മിറേഴ്സിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഫ്യൂൽ ടാങ്കിൻ്റെ കാര്യത്തിലാണ് മറ്റൊരു വലിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. കാരണം നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ബിഗർ ഫ്യൂൽ ടാങ്ക് ആണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 15 ലിറ്റേഴ്സ് ആണ് ഏറ്റവും പുതിയ ഈ ഒരു ഡ്യൂക്ക് 250യുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പോരാതെ നമ്മുടെ ടാങ്ക് മെറ്റലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് ഒക്കെ തന്നെയും ഈ ഒരു വാഹനത്തിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടാങ്ക് കൗളിൻ്റെ ഒക്കെ ഡിസൈൻ വളരെ വളരെ സ്പോർട്ടി ആയിട്ട് തന്നെ നമുക്ക് തോന്നും. കാരണം എസ്പെഷ്യലി ആ ഒരു ബിഗർ ഡ്യൂക്ക് മോഡൽസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പം അതുമായിട്ടുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. കാരണം വലിയൊരു ഡ്യൂക്കിൻ്റെ അതേ ഒരു മിനിയേച്ചർ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഇപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിന് ഈ ഒരു ടാങ്ക് കൗൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാഹനത്തിന് നല്ല ഒരു ബൾക്കി ലുക്കും അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ലുക്കും കൊടുക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പോരാതെ നമ്മുടെ കീ അസംബ്ലി ഇപ്പോഴും നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ ഏരിയ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പുതിയ ഒരു സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമും അതുപോലെ അലുമിനിയം സബ് ഫ്രെയിമുമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതിൻ്റെ ഡിസൈനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ട്രെല്ലിസ് ഫ്രെയിമിൻ്റെ ഡിസൈൻ ഒരുപാട് അങ്ങ് അട്രാക്റ്റീവായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ഈ കാണുന്നതാണ് ഇതിൻ്റെ സബ് ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് സാധാരണ വാഹനങ്ങളിൽ നമുക്ക് ഇതൊക്കെ പ്ലാസ്റ്റിക് പോർഷനായിട്ട് വരുന്നത്
ബ്യൂട്ടിഫുള്ളി KTM ഇവിടെ അലുമിനിയം സബ് ഫ്രെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. അതപ്പം ഈ ഒരു വാഹനത്തെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരുപാട് ലുക്ക് കൂട്ടാനായിട്ട് സഹായിക്കും. പോരാത്തതിന് പർപ്പസ്ഫുള്ളിയും ഇത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഡിസൈൻ ആണ്. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള എന്നാൽ വെയിറ്റ് കുറവുള്ള രീതിക്കാണ് ഇപ്പോൾ ഈ ഒരു ഫ്രെയിം ആൻഡ് സബ് ഫ്രെയിം ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിയ ഡിസൈനിലുള്ള ഒരു അലുമിനിയം സ്വിംഗ് ആം ഈ ഒരു വാഹനത്തിലുണ്ട്. സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. അപ്പം കുറച്ചും കൂടെ ഷോർട്ടർ റൈഡേഴ്സിന് ഒരുപാട് ആക്സസിബിൾ ആയിരിക്കുകയാണ് ഈ ഒരു ഡ്യൂക്ക് എന്ന് പറയുന്നത്. കാരണം പ്രീവിയസ് ജനറേഷനൊക്കെ ഹൈറ്റ് ഇഷ്യൂ ആയിരുന്നു പലർക്കും. ഇത് അഡീഷണൽ ആയിട്ട് സീറ്റ് ഹൈറ്റ് കൂട്ടാം ടോൾ റൈഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അതിന് KTMന്റെ പവർ പാർട്സിൽ നിന്നുള്ള ആക്സസറി സീറ്റ് നമുക്ക് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 176 mm ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വേണം പറയാനായിട്ട്. കാരണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മൈൽഡ് ഓഫ് റോഡിങ്ങിലൊക്കെ പോകുമ്പോഴോ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെയൊക്കെ ഈ ഒരു വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ്. അടി തട്ടുമെന്നുള്ളൊരു പേടി നമുക്ക് അവിടെ വരുന്നില്ല. അതുപോലെ 162.8 കിലോഗ്രാം ആണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ജനറേഷനെക്കാളും ഏകദേശം 3 കിലോ അടുത്തോളം വെയിറ്റ് റിഡക്ഷനും ഇതിന് വന്നിട്ടുണ്ട്. സോ ടോട്ടലി ഒരു ഡിസൈനിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെൽ ബിൽഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ ഈ ഒരു KTM Duke 250. നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ് ഇതിൽ വരുന്നത്. കാരണം നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വാഹനത്തിൽ കാല് വെച്ചിരിക്കുന്ന സമയത്ത് ടാങ്കിൽ നല്ലപോലെ ഗ്രിപ്പ് ചെയ്യാവുന്ന രീതിക്കാണ് ഈ ഒരു ടാങ്കിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. സോ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരില്ല. എനിക്ക് ഏകദേശം 175 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റോ ഇതിൽ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പം ഒരുപാട് ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അനുഭവപ്പെടാൻ സാധ്യത കുറവാണ്. പിന്നീട് റൈഡിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അപ്പർ ബോഡി നമ്മുടെ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ്. ലോവർ ബോഡിയും ഒരുപാട് ക്രാംഡ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. റിയർ സെറ്റ് അത്ര റിയർ സെറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് ഓൾമോസ്റ്റ് സെൻറ്റർ സെറ്റായിട്ട് വരുന്ന ഇച്ചിരി ഹൈറ്റിൽ നിൽക്കുന്ന ഫുഡ് പാക്സ് ആണ്. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയിൽ നല്ല ഗ്രിപ്പ് ഫീൽ ചെയ്യും. അതായത് ഈ രണ്ട് തൈസ് കൊണ്ടും വണ്ടിയെ നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ച് കഴിഞ്ഞാണല്ലോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏത് സ്പീഡിൽ ഏത് കോർണേഴ്സിൽ വേണമെങ്കിലും ഒരു വാഹനത്തെ ഓടിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ടൂറിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അയഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യില്ല. വളരെ ബാലൻസ്ഡ് ആയിട്ട് തന്നെ KTM ഇപ്രാവശ്യം ഇതിൻ്റെ ഈ ഒരു സീറ്റിംഗ് എർഗണോമിക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിരിക്കും ഇത് ഒരു കുട്ടി വണ്ടിയായിട്ട് തോന്നും. അതായത് ഭയങ്കര ഒരു കോമ്പാക്ട് ബൈക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം ഹാൻഡിൽ ബാർ ഒരുപാട് മുന്നിലേക്ക് റീച്ച് ചെയ്തിട്ടല്ലായിരിക്കും. നമുക്ക് ഈസിലി ഈ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്ക് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മുന്നിലേക്ക് കൈ നീട്ടി കഴിഞ്ഞാൽ ഈസിലി ഹാൻഡിൽ ബാർ റീച്ച് ആവുന്നതാണ്. ബോഡിയുടെ ഒരു പോർഷനിലും എനിക്ക് സ്ട്രെസ് വരുന്നില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെയാണ് അതിലിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അങ്ങനെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് ഡൈനാമിക്സും നല്ല രീതിക്ക് തന്നെ KTM ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ നിങ്ങൾക്ക് ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി യൂസബിൾ ആയിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സീറ്റിംഗ് എർഗണോമിക്സ് ഒക്കെ വരുന്നത്. റൈഡർ സീറ്റ് പോലെ തന്നെ പില്ലൻ സീറ്റിലും കുറച്ച് അപ്ഗ്രേഡ് നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പില്ലൻ സീറ്റാണ് വാഹനത്തിലുള്ളത്. പില്ലന് കയറാനും ഇറങ്ങാനും ആണെങ്കിൽ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്നാലും നമ്മളൊരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്കിൽ കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടിയേ ഇതിൽ കയറാൻ സാധിക്കുള്ളൂ. പക്ഷേ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിളും കോൺഫിഡൻറ്റും ആയിരിക്കും പില്ലൻ ഈ ഒരു ബൈക്കിൽ. ഇതിൽ വളരെ അട്രാക്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ കാണുന്ന ഓഫ്സെറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മുടെ വാഹനങ്ങളിലൊക്കെ സസ്പെൻഷൻ കറക്റ്റ് സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമ്മുടെ ഹയർ മോഡൽ സൂപ്പർ ബൈക്കുകളൊക്കെ കാണുന്ന പോലെ ഒരു ഓഫ്സെറ്റ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബിഗർ എയർ ബോക്സ് ഈ ഒരു വാഹനത്തിലേക്ക് കൊടുക്കാനായിട്ടും ഇതിൻ്റെ അണ്ടർ ബെല്ലി എക്സോസ്റ്റിന് ഒരു പൊസിഷൻ കൊടുക്കാനായിട്ടും KTMനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ ബിഗർ എയർ ബോക്സ് മീൻസ് മോർ ടോർക്ക്. അതുപോലെ തന്നെ ആ പഴയ അണ്ടർ ബെല്ലിയും വാഹനത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആക്ച്വലി ഡ്യൂക്ക് 250യെ സംബന്ധിച്ച് ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വാഹനത്തിൽ അണ്ടർ ബെല്ലി വരുന്നത്. കാരണം നമ്മുടെ 390ക്കും 200നും ആയിരുന്നു നേരത്തെ അണ്ടർ ബെല്ലി ഉണ്ടായിരുന്നത്. 250 വന്നുകൊണ്ടിരുന്നത് നോർമലി ആ ഒരു സൈഡ് സ്വെപ്റ്റ് എക്സോസ്റ്റ് വെച്ച് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ടൈം നമുക്ക് 250ലും ഇപ്പം അണ്ടർ ബെല്ലി എക്സോസ്റ്റ് വരുന്നുണ്ട്. ഈ എക്സോസ്റ്റിനായിട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് WPയുടെ എപ്പെക്സ് സസ്പെൻഷനാണ്. ട്യൂണിങ് വരുന്നത് അത്യാവശ്യം നമുക്ക് നോർമൽ റോഡുകളിലൂടെ പോകുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടും എന്നാൽ ഹാൻഡ്ലിങ്ങിൽ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഫാസ്റ്റിൽ ഓടിച്ചെന്ന് പറഞ്ഞാലും നല്ല ഒരു റൈഡ് ഫീൽ ഈ ഒരു വാഹനത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് കോർണേഴ്സ് എടുക്കുമ്പോഴും ഇത് സൈഡിലേക്കാണ് ഇരിക്കുന്നതെന്നും കണ്ട് ഇതിന് ബാലൻസ് ഇല്ലായിക വരും അല്ലെന്നുണ്ടെങ്കിൽ ഇത് വോബിളിങ് വരുന്നൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. പെർഫെക്റ്റ്ലി എഞ്ചിനീയറിംഗ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സാധനത്തെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇതിന്. ഇനി ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗിയറിലിട്ടുകൊണ്ട് നമുക്ക് വാഹനം ഉണക്കാൻ സാധിക്കില്ല. ഇതാണ് ഈ ഒരു പുതിയ ഡ്യൂക്ക് 250യുടെ ഐഡ്ലിംഗ് സൗണ്ട്. പുറകിലേക്ക് വരുമ്പോൾ വി ഹാവ് ദ 240 mm
ഡിസ്ക് ബ്രേക്ക് അറ്റ് ബാക്ക് ആൻഡ് ഫ്ലോട്ടിംഗ് ബൈ ബ്രേക്ക് കാലിപ്പറാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് റേഡിയലി മൗണ്ടഡ് കാലിപ്പറാണ് വരുന്നത്. അപ്പോൾ അതിലൊന്നും ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ല. നല്ല കിടിലൻ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് ഒക്കെ തന്നെയാണ് ഈ ഒരു ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്നും വരുന്നത്. നമുക്ക് നല്ലൊരു ബൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് പവറും വരുന്നുണ്ട്. 150 സെക്ഷൻ റേഡിയൽ ഡബ്ല്യു റേറ്റഡ് ടയറാണ് ബാക്കിലും വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു 17 ഇഞ്ച് അലോയ് വീൽസ് നമുക്ക് ബാക്കിലും വരുന്നുണ്ട്. 250ലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് കളറിലാണ് നമുക്ക് വരുന്നത്. എന്നാൽ 390യിൽ നമുക്കത് ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു പുതിയ LED ടെയിൽ ലാമ്പാണ് ഈ ഒരു വാഹനത്തിലേക്ക് KTM കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഗ്രാബ് റെയിൽസിന്റെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. സോ ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ബൈക്കായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ലെസ് പ്ലാസ്റ്റിക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഫീൽ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു പോർഷൻ ഒന്നും തന്നെ പ്ലാസ്റ്റിക് അല്ല, പകരം അലുമിനിയം ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സബ് ഫ്രെയിമിന്റെ ഭാഗം തന്നെയാണ്. അപ്പം പുറകിൽ നോക്കുമ്പോഴും സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നിങ്ങളിതിൽ കയറി ഇരിക്കുമ്പോഴാണെങ്കിൽ തന്നെ കുറച്ചും കൂടെ റിജിഡ് ആയിട്ടുള്ള നല്ല പ്രീമിയം ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമായിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമായിട്ട് തന്നെ ഈ ഒരു ബൈക്ക് നമുക്ക് തോന്നും. പിന്നീട് ഈ ഒരു ടെയിൽ പോർഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി വന്നിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന ആൾക്ക് ചള്ളയടിക്കാതിരിക്കാനായിട്ട് ഈ ഒരു പോർഷനൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് KTM കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്ലെയിൻ ആയിട്ട് കൊടുക്കാണ്ട് അവിടെയും കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പുറകിലും വരുന്നുണ്ട്. ബജാജ് വാഹനങ്ങളിലും KTMലും നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇവിടെയും വരുന്നത്. പഴയ ജനറേഷൻ 250യുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ എഞ്ചിനെ തന്നെ കാണാമായിരുന്നു. കാരണം നമ്മുടെ 390യിൽ ഇരുന്ന അതേ എഞ്ചിൻ തന്നെയായിരുന്നു ഒരു 250യിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചും കൂടെ ബോ ഡൗൺ ചെയ്ത ഒരു വേർഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗിയറിംഗ് ആയാലും ആ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ആയാലും ഒക്കെ തന്നെയും ഒരു ഇൻകംപ്ലീറ്റഡ് ഫീൽ നമുക്ക് പലയിടത്തും തോന്നിയിരുന്നു, എസ്പെഷ്യലി ലോവർ എൻഡിൽ. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ പഴങ്കഥയായിരിക്കുകയാണ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബ്രാൻഡ് ന്യൂ 249.07cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് SOSC എഞ്ചിനാണ്. KTMന്റെ തന്നെ LC4C സീരീസ് എഞ്ചിനാണ്. അതായത് ലിക്വിഡ് കൂൾഡ് 4-സ്ട്രോക്ക് കോമ്പാക്ട് എഞ്ചിൻ എന്നാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ ഫോം വരുന്നത്. മാക്സിമം ഏകദേശം 31 PS ഓഫ് പവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 25 Nm ടോർക്കും ഇതിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചോട് കൂടിയിട്ടാണ് വരുന്നത്. പോരാത്തതിന് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് വരുന്നുണ്ട്. അതായത് അപ്പ് ആൻഡ് ഡൗൺ ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ സാധ്യമാണ്. പ്രീവിയസ് ജനറേഷൻ KTMന്റെ ക്വിക്ക് ഷിഫ്റ്ററേക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എൻജോയ് ചെയ്ത് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം പ്രീവിയസ് ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ജെർക്ക് ഫീൽ വരുന്നുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്മൂത്ത് ഔട്ട് ചെയ്തിട്ടുണ്ട് KTM. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിന്റെ പെർഫോമൻസും റിഫൈൻമെന്റും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതിന് മുമ്പത്തെ ഡ്യൂക്കും ഇതും കൂടെ നിങ്ങൾ സൈഡ് ടു സൈഡ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കാരണം ഇത് നല്ല രീതിക്ക് റിഫൈൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടോർക്ക് റേഞ്ചിലുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. കാരണം ബിഗർ എയർ ബോക്സ് വരുന്നതുകൊണ്ടും ഇതൊരു പുതിയ എഞ്ചിൻ ആയതുകൊണ്ടും ഇതിലെ ഗിയറിംഗ്സ് ഒക്കെ മാറ്റം വരുന്നതുകൊണ്ടും ഒക്കെ തന്നെ ഇതിന്റെ ആ ഒരു റൈഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നല്ല റിഫൈൻഡ് ആണ് KTM സ്റ്റാൻഡേർഡ്സ് പ്രകാരം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലോ സ്പീഡ്സിലും ഈ ഒരു വാഹനത്തെ വളരെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ സാധിക്കുന്നതാണ്. ഈവൻ 5th ഗിയറിൽ പോലും നമുക്ക് 45 km/h എന്നുള്ള സ്പീഡുകളിലൊക്കെ തന്നെ കീപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ ഒരു 5000 RPM ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടിപ്പിക്കൽ KTM എഞ്ചിന്റെ ക്യാരക്ടർ തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ആ ഒരു ബ്ലാസ്റ്റിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടും. വണ്ടിയുടെ സൗണ്ട് മാറും, വണ്ടിയുടെ ആ ഒരു ക്യാരക്ടർ മാറും. ടോട്ടലി ഒരു ഡിഫറെന്റ് ആനിമൽ ആയിട്ട് മാറുകയാണ് ഡ്യൂക്ക് 250 ചെയ്യുന്നത്. സോ ഡെയിലി യൂസിന് ട്രാവലിങ്ങിനൊക്കെ ആയിട്ടാണ് ആളുകൾ ഈ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കുറെ കൂടെ നല്ല ഒരു ഓപ്ഷനായി മാറിയിരിക്കുകയാണ്. കാരണം കുറച്ചും കൂടെ ട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 35 km/L വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഓൺ ഹൈവേസ്. എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ടോർക്ക് ഡെലിവറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്കുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് ഈ ഒരു എഞ്ചിനിൽ നിന്ന് കാണാൻ സാധിക്കും. പുതിയൊരു കേർവ്ഡ് റേഡിയേറ്റർ വരുന്നതുകൊണ്ട് തന്നെയും ഹീറ്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പഴയ ജനറേഷൻ KTMs ഹീറ്റപ്പ് ആവുന്ന പോലെ ഒന്നും ഈ ഒരു പുതിയ 3rd ജനറേഷൻ KTMs ഹീറ്റപ്പ് ആവുകയില്ല. അത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യത്തിലും ഈ ഒരു ഹാൻഡിൽ ബാർ, ഇതിൽ വന്നിരിക്കുന്ന സ്വിച്ചസ് എല്ലാം തന്നെ ഡിഫറെന്റ് ആണ്. ക്ലസ്റ്റർ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്ലസ്റ്ററാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് 390 കാണുന്ന പോലെ ഒരു ഫുൾ കളർ TFT കിട്ടുന്നില്ല എങ്കിലും നമുക്കൊരു ഇൻഫർമേഷൻസ് ലോഡഡ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഷിഫ്റ്റ് ലൈറ്റ് വരുന്നുണ്ട്, ആവശ്യമുള്ള വാർണിംഗ് ലൈറ്റ്സ് എല്ലാം തന്നെ മേളിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ക്ലോക്ക്, ടെമ്പറേച്ചർ, ഫ്യൂൽ ഗേജ് എന്നുള്ള ഡിസ്പ്ലേസ് എല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ള ആ ഒരു ചെറിയ ഡിസ്പ്ലേയിലാണ് നമ്മുടെ വാഹനത്തിന്റെ മറ്റ് ഇൻഫർമേഷൻസും മെനു സിസ്റ്റവും ഒക്കെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. പോരാതെ മറ്റു വാർണിംഗ്സ് ഒക്കെ തന്നെയും അതിലാണ് എഴുതി കാണിക്കുന്നത്. സോ മീറ്റർ കൺസോൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് ഇതിൽ വരുന്നത്. പോരാതെ നമ്മൾ വാഹനത്തിൽ നിന്ന് ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു വലിയ ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആ ഒരു പൊസിഷനിങ് ആണെങ്കിൽ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ വാഹനത്തിൽ ഇരുന്ന് ഇത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. സോ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മീറ്റർ കൺസോൾ ഒരിക്കലും മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുകയാണ്. സ്വിച്ച് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവലിൽ മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. ലിവറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നീട് വരുന്നതാണ് നമ്മുടെ ഹാൻഡിൽ ബാർ ഗ്രിപ്സ്.
ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന പ്രീമിയം രീതിക്കുള്ള ഗ്രിപ്സാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. സ്വിച്ച് ഗിയേഴ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് വലിയ സൂപ്പർ ബൈക്കുകളൊക്കെ കാണുന്ന രീതിക്കുള്ള ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എഞ്ചിൻ കിൽ സ്വിച്ച് നമുക്ക് സ്ലൈഡിങ് രീതിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ആ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ബട്ടണും വരുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സോ ക്വിക്ക് സ്റ്റാർട്ട് വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മെനു ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ജോയ്സ്റ്റിക് ബട്ടൺസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ, ബാക്ക് ആൻഡ് എൻ്റർ സ്വിച്ചസ് ആണ് വന്നിട്ടുള്ളത്. 390 വരുന്ന സെയിം സ്വിച്ച് ഗിയർ തന്നെയാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഹൈ ബീം ആൻഡ് ലോ ബീം സെലക്ടർ വരുന്നുണ്ട്. ഹോണ്, ഇൻഡിക്കേറ്റർ, ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ച് ഗിയേഴ്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലും ഇതിൻ്റെ ലേഔട്ടിലും ഒക്കെ തന്നെ കുറച്ചും കൂടെ പ്രീമിയം ഫീൽ നമുക്ക് ഇപ്പോൾ തോന്നും. അപ്പോൾ ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2023 നവംബറിലെ പ്രൈസിങ് വെച്ചിട്ട് 3,03,000 രൂപയാണ് ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസിന് ഈ ഒരു വാഹനം വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 ലക്ഷം രൂപ മുടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം ഫീലും ടെക്നോളജിയും ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരിക്കലും ഇതിനെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരു KTMന്റെ പെർഫോമൻസ് തരത്തക്ക വിധത്തിൽ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സൈഡ് ടു സൈഡ് കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ആളുകളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം ടോട്ടലി വർത്തിട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വാഹനം വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ ആ ഒരു ഇനിഷ്യൽ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് KTM പത്തനംതിട്ടയാണ്. സോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് റൈഡ് ചെയ്യാനല്ലോ ഇത് വാങ്ങണമെന്നുണ്ടല്ലോ ബുക്ക് ചെയ്യണമെന്നല്ലോ ഒക്കെ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഫോട്ടോസും റീൽസും ഒക്കെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പേജുകളും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണാൻ വരെ താങ്ക് യു.